1 കൊരിന്ത്യർ 8-5-6 എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്ക് ഉണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. 1 കൊരിന്ത്യർ 8-5-6 വരെയുള്ള വേദഭാഗത്തിന്റെ സാരം: ലോകത്തിൽ അനേകം ദേവന്മാരും കർത്താക്കന്മാരും ഉണ്ട് എന്ന് ജനം വിശ്വസിക്കുന്നുണ്ട് എങ്കിലും സകലത്തിനും കാരണഭൂതനായ ഏക പിതാവായ ദൈവവും സകലവും സൃഷ്ടിക്കാൻ കാരണമായ ഏക കർത്താവായ യേശുക്രിസ്തുവും മാത്രമേ നമുക്കുള്ളൂ എന്നതാണ് ഇതിന്റെ കാതൽ. പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം വിശുദ്ധ പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നു. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് ആവർത്തന പുസ്തകം 6-4 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ ജനത മിസ്രയീമിലെ അനേക ദേവന്മാരുടെ ഇടയിൽ നിന്നും വേർപെട്ട് ഏക ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. മറ്റ് ദേവന്മാർ വെറും മിഥ്യയാണെന്നും യഹോവ മാത്രമാണ് സത്യദൈവമെന്നും പഴയ നിയമം ഉറപ്പിച്ചു പറയുന്നു. യേശുവും ഏകദൈവ വിശ്വാസത്തെ ശരിവെച്ചിരുന്നു. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം 17-3 യേശു പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. താനും പിതാവും ഒന്നാണെന്നും പിതാവിനെ കൂടാതെ താൻ ഒന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ദൈവികമായ ആ ഏകത്വത്തിൽ തനിക്കുള്ള പങ്കും യേശു വെളിപ്പെടുത്തി. വിശുദ്ധ പൗലോസ് എന്തിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ ഭാഗം ഇപ്രകാരം ഇവിടെ എഴുതിയിരിക്കുന്നത്? കൊരിന്ത്യർ ജീവിച്ചിരുന്നത് അനേകം വിഗ്രഹങ്ങളും ദേവന്മാരുമുള്ള ഒരു സമൂഹത്തിലാണ്. വിഗ്രഹാർപ്പിതമായ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് തർക്കമുണ്ടായപ്പോൾ വിഗ്രഹങ്ങൾ വെറും ശൂന്യമാണെന്നും നമുക്ക് ഭയപ്പെടാൻ ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്നും അവരെ ബോധ്യപ്പെടുത്താനാണ് വിശുദ്ധ പൗലോസ് ഇത് പറയുന്നത്. പിതാവായ ദൈവത്തെയും മകനായ ക്രിസ്തുവിനെയും ഒരേ വാക്യത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ദൈവത്വം അദ്ദേഹം ഉറപ്പിക്കുന്നു. ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ അഥവാ പ്രായോഗിക കർത്തവ്യങ്ങൾ ഇവയൊക്കെയാണ്. 1. ലോകം എന്തിനെ ആരാധിച്ചാലും നമ്മുടെ വിശ്വസ്തത ഏകദൈവത്തോടും കർത്താവായ യേശുവിനോടും മാത്രം ആയിരിക്കണം. 2. മറ്റു ശക്തികളോ ദേവന്മാരോ നമ്മെ നിയന്ത്രിക്കുന്നില്ല. സകലവും ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിനായും സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന ബോധ്യത്തിൽ ഭയം ഇല്ലാതെ ജീവിക്കുക. 3. നാം അവനായിരിക്കുന്നു. നമ്മുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ഒന്നായിരിക്കണം. ചുരുക്കത്തിൽ, ലോകം അനേകം ശക്തികളെ വണങ്ങുമ്പോൾ നാം സകലത്തിന്റെയും ഉടയവനായ പിതാവിനെയും ജീവദാതാവായ ക്രിസ്തുവിനെയും മാത്രം ആരാധിക്കുന്നു. ഈ ഉറച്ച ബോധ്യമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ. ഇന്ന് ഈ വചനത്താൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.